ആരാണ് ജെഫ്രി എഡേർഡ് എപ്സ്റ്റീൻ? അമേരിക്കയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചയാൾ, ഗണിതശാസ്ത്ര അധ്യാപകൻ. വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നനാകുന്നു. സമ്പന്നരായ ആൾക്കാർ, രാഷ്ട്രീയ പ്രമുഖർ, രാജകുടുംബാംഗങ്ങൾ എന്നിവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. നിയമത്തിനു പോലും തൊടാൻ പറ്റാത്ത വിധത്തിൽ ഉയരങ്ങളിലെത്തുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി ഉപയോഗിച്ചതിന്റെ പേരിലും അവരെ വ്യാപാരത്തിന് കടത്തിയതിന്റെ പേരിലും ശിക്ഷിക്കപ്പെട്ട കൊടും ലൈംഗിക കുറ്റവാളി. ഹീസ് ഹ്യൂമൻ ഡെവിൾ. 5 വർഷം മുൻപ് ഈ ഡെവിൾ മാൻഹട്ടൻ ജയിലിൽ തൂങ്ങി മരിച്ചു. എപ്സ്റ്റിന്റെ മരണം എല്ലാത്തിന്റെയും അവസാനമായിരുന്നില്ല. 2026 ജനുവരി 30 എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കുറെ ഫയൽസ് US നീതി മന്ത്രാലയം പുറത്തുവിട്ടു. 30 ലക്ഷത്തിലധികം പേജുകളുള്ള ഈ ഫയൽസിൽ 2000-ലധികം വീഡിയോസും 1.8 ലക്ഷം ഫോട്ടോകളുമാണ് ഉള്ളത്. ഈ ചിത്രങ്ങളിലൂടെ പുറത്തു വരുന്നത് നമ്മൾ അതിശയത്തോടെ ആരാധനയോടെ കണ്ടിരുന്ന പല മുഖങ്ങളുമാണ്, പല പ്രമുഖരുടെയും മുഖങ്ങളാണ്. ബിൽ ക്ലിന്റൺ, ചലച്ചിത്ര നിർമ്മാതാവായ മീര നായർ, ഹോളിവുഡ് ആക്ട്രസ് കാമറോൺ, മാർക്ക് സുക്കൻബർഗ്, സ്റ്റീഫൻ ഹോക്കിംഗ്, മൈക്കിൾ ജാക്സൺ, ട്രംപ്, എന്തിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോസും ചിത്രങ്ങളും ഇതിലുണ്ട്. ഈ ഫയൽസിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണണമെങ്കിൽ Gmail എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ Gmail പോലെ തന്നെ Gmail വെബ്സൈറ്റിൽ പോയാൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇത് പോയിട്ട് കാണണം, പഠിക്കണം, ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആരും ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഈ വീഡിയോ ഓപ്പൺ ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഒന്നും ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ജെഫ്രി എപ്സ്റ്റീന്റെ കുറെ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ റിസർച്ച് തന്നെ നടത്തി. കുറെ വീഡിയോസ് കണ്ടു, ഫയൽസ് നോക്കി, ഫോട്ടോസ് നോക്കി. എല്ലാം നമ്മളെ പേടിപ്പെടുത്തുന്നതും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് ഇതിൽ നിന്നും അറിയാൻ പറ്റുന്നത്. ഈ ഫയൽസിലെ ഓരോ ഫോട്ടോസും വീഡിയോസും വിവരങ്ങളും പലതും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൽ എപ്സ്റ്റീന്റെ ഒരു ഇന്റർവ്യൂയുടെ വീഡിയോ ഉണ്ട്. അതിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നുണ്ട്, എപ്സ്റ്റീന്റെ സമ്പത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് എപ്സ്റ്റീൻ നൽകുന്ന മറുപടി ഇതാണ്: താൻ ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തിയെ സഹായിച്ചിട്ടാണ് പണം സമ്പാദിച്ചതെന്ന്. 75 ഏക്കർ വരുന്ന എപ്സ്റ്റീൻ ഐലൻഡിൽ സ്ത്രീകളെയും കുട്ടികളെയും കടത്തിക്കൊണ്ടുവന്ന് പല പ്രമുഖരായ ആൾക്കാർക്കും കാഴ്ചവെച്ചിരുന്നു. ഇവർക്ക് തന്നെ ഒരു പ്രത്യേക കോഡ് ഭാഷയൊക്കെ അവിടെ ഉണ്ട്. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ ബോയ്, പിസ്സ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, ചീസ് എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ, പാസ്ത എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടികൾ. എനിക്ക് ഈ പബ്ലിക്കായിട്ട് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പല പല കോഡ് ഭാഷകളും കാര്യങ്ങളുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം ഈ ഫയൽസിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. കുട്ടികളിൽ തന്നെ അനുസരിക്കാത്ത കുട്ടികളെയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങുന്ന കുട്ടികളെയും രണ്ടായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അല്ലാത്തവരെ പട്ടിണിക്കിടുകയും അവരെ ഫ്രൈ ചെയ്തും വേവിച്ചും പല ഡിഷസ് ഉണ്ടാക്കി ഈ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയിരുന്നു. ഇതൊന്നും കെട്ടുകഥയല്ല. ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഫയൽസും എല്ലാം ഈ എപ്സ്റ്റീൻ ഫയൽസ് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ USA നടക്കുന്ന കാര്യമല്ലേ, ഈ കേരളത്തിലിരിക്കുന്നവർക്ക് എന്താണെന്നൊക്കെ. നമ്മൾ കേരളത്തിലിരിക്കുന്നവരും ഇതറിയണം. എപ്സ്റ്റീൻ ഫയൽസിലെ ഒരു മെയിലാണ് ഈ കാണുന്നത്. ജസ്റ്റ് ലാൻഡഡ് ബാംഗ്ലൂർ. അത് ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് അവർ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. അത് ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിന് കേരളത്തിലുള്ളവർക്കുമുണ്ട്. എപ്സ്റ്റീൻ അങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് ആണ് ഫീൽ ബെറ്റർ. തിരിച്ചു വന്ന മെസ്സേജ്: കേരള മസാജ് എനിക്ക് ഇപ്പോൾ കിട്ടി, ഞാൻ തിരിച്ചു വിളിക്കാം. കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോ ഒരാൾ ഇതിലുണ്ട്. ഈ ശൃംഖല ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ജെഫ്രിൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതിന്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എപ്സ്റ്റീന്റെ ഈ ഐലൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദി ഡാൻസ് കളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതിന്റെ വിശദമായ വീഡിയോസും കാര്യങ്ങളും ഈ എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നുണ്ട്. അതിൽ എപ്സ്റ്റീൻ ഫയലിൽ ജെഫ്രിൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച കാര്യം നേടിയെടുത്തു എന്ന്. അപ്പം പ്രധാനമന്ത്രിയിൽ നിന്നും എന്ത് കാര്യമാണ് എപ്സ്റ്റീൻ നേടിയെടുത്തത്? ഈ എപ്സ്റ്റീന്റെ കുറെ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എപ്സ്റ്റീന്റെ ഏറ്റവും വലിയ ആയുധം ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ഈ ഐലൻഡ് വിസിറ്റ് ചെയ്യുന്ന പല പ്രമുഖർക്കും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കാഴ്ചവെക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായി ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസ് കാണിച്ചിട്ടായിരിക്കണം പല പ്രമുഖ വ്യക്തികളെയും ഈ ഡെവിൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിന്റെ പേരും എടുത്തു പറയുന്നുണ്ട്. ബിൽ ഗേറ്റ്സിന് റഷ്യൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ലൈംഗിക രോഗത്തിൽ എത്തിച്ചു എന്നും എപ്സ്റ്റീന്റെ ഈ ഫയലിൽ പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പേരായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് അത് കോടതി രേഖകളിൽ പോലും പറയുന്നു. എപ്സ്റ്റീന്റെ ഫയലിലും എടുത്തു പറയുന്നു. എങ്ങനെ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല.
ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ പല രഹസ്യങ്ങളും പല ചോദ്യങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഡയാന രാജകുമാരിയുടെ മരണവും ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ബന്ധങ്ങളുണ്ടെന്നാണ്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യവും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണവും ഒരു നിഗൂഢമാണ്. ഈ എപ്സ്റ്റന്റെ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് പല ന്യൂസും ഗൂഗിളും അതും ഇതുമൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 2019 മരണപ്പെട്ടു എന്ന് പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ മാൻഹട്ടൻ ജയിലിൽ തൂങ്ങി മരിക്കുമ്പോൾ അന്നൊരു ദിവസം മാത്രം എന്തുകൊണ്ട് CCTV വർക്ക് ചെയ്തില്ല? 2019 മരിച്ചു എന്ന് പറയുന്ന ഈ ഡെവിളിന്റെ ഫയൽസ് 2026 എന്തുകൊണ്ട് പുറത്തുവിട്ടു? അതും പ്രത്യേക വെബ്സൈറ്റിലൂടെ. ഈ വെബ്സൈറ്റിലൂടെ ഈ ഫയൽസ് ഒക്കെ ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും. ഈ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽസ് ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. ഈ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ആരും ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. നമ്മൾ എല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പ്രമുഖ വ്യക്തികളുമായിട്ട് സൗഹൃദമുള്ള, നിയമങ്ങൾ പോലും സ്വന്തം കയ്യിലിരിക്കുന്ന ഒരാൾക്കാണോ ഒരു ഫേക്ക് മരണം ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്ന എപ്സ്റ്റീൻ ഫയൽ വെറും ഒരു ലൈംഗിക അതിക്രമ കേസിന്റെ ചുരുളഴിയൽ മാത്രമല്ല, ആഗോളതലത്തിലുള്ള അധികാരത്തിന്റെ, ദുർവിനിയോഗത്തിന്റെ, ധനികരുടെ ഭീതിപ്പെടുത്തുന്ന സത്യങ്ങളാണ്.